ശ്രീ VPP മുസ്തഫ, ഒരുപക്ഷെ ഒരു വലിയ മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ എന്ന് ഒരുപക്ഷെ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ ഇന്ത്യയിലെ 20 കോടി വരുന്ന മുസ്ലിം ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടിട്ടാണോ ഇത്തരത്തിൽ ഒരു പരാമർശം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത് എന്നതാണ് സംശയകരം. നോക്കൂ, നമുക്കറിയാം ഗുജറാത്ത് വംശഹത്യ, അതിനെ തുടർന്ന് ഇന്നലെ വരെ ഈ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അത് മറന്നുകൊണ്ട് മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ക്ഷേമം അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിന് ഇങ്ങനെയൊരു നിലപാടെടുക്കാൻ കഴിയുമോ? ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ ഈ നിലപാടുകളിൽ എന്തെങ്കിലും പുതുമയുള്ള കാര്യങ്ങളില്ല. നമുക്കെന്തെങ്കിലും ഒരു അത്ഭുതമോ കാര്യങ്ങളോ ഉണ്ടാകേണ്ട കാര്യമില്ല. ഈ അയോധ്യയിലെ ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ മുസ്ലിം ലീഗ് സ്വീകരിച്ച സമീപനം നോക്കിയാൽ, പുതിയ കാലത്ത് മുസ്ലിം ലീഗ് സ്വീകരിച്ച സമീപനം നോക്കിയാൽ അത് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. പാണക്കാട് തങ്ങൾ കുടുംബവും അതിലെ അംഗങ്ങളും മതാചാര്യന്മാർ എന്നുള്ള നിലയിൽ സർവ്വത ആദരണീയരാണ്. ആ നിലയിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അദ്ദേഹത്തിൻ്റെ പിതാവ് പൂക്കോയ തങ്ങളും ഇപ്പോഴത്തെ സാദിഖ് അലി തങ്ങളുമെല്ലാം മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആദരിക്കപ്പെടേണ്ടവരാണ്. ആ നിലയിൽ ബഹുമാനമുണ്ട്. പക്ഷെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ വേദിയിൽ ജനുവരി 24-ാം തീയതി മഞ്ചേരിക്കടുത്തുള്ള മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ വേദിയിൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സാദിഖ് അലി തങ്ങൾ നടത്തിയിട്ടുള്ള പ്രസംഗത്തിലെ നിലപാട് അത്യന്തം അപകടകരമാണ്. എന്തുകൊണ്ടാണ് അപകടകരമാകുന്നത്? നിങ്ങൾ RSSനെ ആകെ ഹിന്ദു മതത്തിൻ്റെ വക്താക്കളാക്കി മാറ്റിയോ? ഇവിടെ സംഭവിച്ചിരിക്കുന്നതല്ലേ. അയോധ്യയിലെ ഈ രാമക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ ആവശ്യമായിരുന്നോ? അത് 1980-കളിൽ RSSന്റെ നേതൃത്വത്തിൽ BJP അണിനിരന്ന് സംഘപരിവാരം ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ ആവശ്യമല്ലേ? അല്ലാതെ ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളാകെ ഉയർത്തിക്കൊണ്ടുവന്ന ആവശ്യമാണ്. അവരുടെ വിശ്വാസപരമായ ആവശ്യമായിരുന്നോ പള്ളി പൊളിച്ച് രാമജന്മഭൂമി, അതാണ് അവിടെ രാമക്ഷേത്രം പണിയണമെന്നുള്ളത്? അങ്ങനെയായിരുന്നെങ്കിൽ ഏത് കാലത്തെ അത് വരണമായിരുന്നു. 500 കൊല്ലം മുമ്പ് അവിടെ ഈ ബാബർ ഇത് ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് ഈ നൂറ്റാണ്ടുകളിലെല്ലാം അയോധ്യയിലെ ഹിന്ദു സമൂഹം ആ പള്ളിക്കെതിരായിട്ട് രംഗത്ത് വരേണ്ടിയിരുന്നില്ലേ? അവരാരും രംഗത്ത് വന്നിട്ടില്ലല്ലോ. എത്രയോ കാലം അത് ധീരമായിട്ട് നിലനിന്നില്ലേ? അപ്പൊ ഈ പ്രസ്താവനയിലെ ഏറ്റവും അപകടകരമായ വശം എന്താ? അദ്ദേഹം പറയുന്നത് ഭൂരിപക്ഷം ജനതയുടെ ആവശ്യമാണ് ഈ രാമക്ഷേത്രം എന്നാണ്. അല്ല, അവിടെ തന്നെ പെശകിയില്ലേ. RSSന്റെ രാഷ്ട്രീയ ആവശ്യമായിരുന്നു ഇത്. അങ്ങനെ RSSകാരാണ് നിരോധനം ലംഘിച്ച്, കോടതി വിധികൾ ലംഘിച്ച് 92 ഡിസംബർ 6-ന് അന്നത്തെ നരസിംഹറാവുവിന്റെ കോൺഗ്രസ് ഭരണത്തിന്റെ ഒത്താശയോടുകൂടി ഇത് പൊളിച്ചത്, ഈ പള്ളി പൊളിച്ചത്. അങ്ങനെ പള്ളി പൊളിച്ചിടത്ത് ബലാത്കാരമായിട്ട് ഉയർത്തിക്കെട്ടിയതാണ്. അങ്ങനെ ഒന്നിനെ എങ്ങനെയാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനതയുടെ വിശ്വാസ പ്രശ്നമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുക? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ആ നിലപാട് തന്നെ RSSനെ ഇന്ത്യയിലെ ഹിന്ദു ജനതയുടെ പ്രസ്ഥാനമായിട്ട്, അവരുടെ പ്രതീകമായിട്ട് അവതരിപ്പിക്കുന്ന പോലെയല്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രസംഗത്തിന്റെ ഉള്ളടക്കം തന്നെ രാഷ്ട്രീയമായി പെശകാണ്. അത് കാണാൻ തയ്യാറാവണ്ടേ? അത് ആ നിലയിൽ തന്നെ തിരുത്താൻ തയ്യാറാകണ്ടേ? അതിനു പകരം ദൗർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ നേതാക്കളും അതുപോലെ തന്നെ ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിയും എല്ലാം പറയുന്നത് ആ പ്രസ്താവനയിൽ യാതൊരു പെശകുമില്ല എന്നാണ്. ആ പ്രസ്താവനയിൽ യാതൊരു പെശകുമില്ലെങ്കിൽ നെഹ്റുവിനെ തള്ളിപ്പറയലല്ലേ അത്? 1948 ഡിസംബർ മാസത്തിലെ ഒരു പുലരിയിൽ, ഒരു സുബഹിക്ക്, അന്ന് വരെ മുസ്ലിം പള്ളിയായിരുന്ന ബാബരി മസ്ജിദിനകത്ത് രാംലീല വിഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ച നിലപാടെന്താ? ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് പോലെ, അയ്യോ അത് രാമജന്മഭൂമിയാണ്, അത് പണ്ടേ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് അംഗീകരിച്ചു കൊടുക്കൂ, അവിടെ മുസ്ലിങ്ങളുടെ പ്രാർത്ഥന നിർത്തിയിട്ട് ആ പള്ളി ഹിന്ദുക്കൾക്ക് കൊടുക്കൂ എന്നാണോ കോൺഗ്രസിന്റെ അന്നത്തെ പ്രധാനമന്ത്രി, നമ്മുടെ ദേശീയ നേതാവ് ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൈക്കൊണ്ടിരുന്ന നിലപാട്? അന്നത്തെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസുകാരനായ ഗോവിന്ദ വല്ലഭ പന്തിനോട് നെഹ്റു നൽകിയ നിർദ്ദേശം അതെടുത്ത് സരയൂ നദിയിൽ എറിയൂ, അതല്ലെങ്കിൽ ഭാവിയിൽ അത് വലിയ അപകടമുണ്ടാക്കുമെന്നല്ലേ? അപ്പൊ നെഹ്റു എടുത്ത ഇത് RSSന്റെ പദ്ധതിയാണ്, ജനസംഘത്തിന്റെ പദ്ധതിയായിരുന്നു വന്നത്, ഹിന്ദു മഹാസഭയുടെ പദ്ധതിയായിരുന്നു വന്നത്. അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ പാടില്ല എന്ന് സാക്ഷാൽ പണ്ഡിറ്റ് നെഹ്റു എടുത്ത നിലപാടിനെ തള്ളിപ്പറയുകയല്ലേ?
സാദിഖ് അലി തങ്ങളുടെ ഈ രാഷ്ട്രീയ പ്രസംഗത്തിൽ ഉണ്ടായിരിക്കുന്നത്? അവൻ നെഹ്റുവിന്റെ നിലപാടിനെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് Yes. രാജ്യത്തെ നീതിപീഠം ഇപ്പൊ അദ്ദേഹം ഈ പ്രസംഗത്തിൽ നീലിമ പറഞ്ഞത് കോടതി വിധിച്ചു, കോടതി വിധിച്ചത് കൊണ്ട് ക്ഷേത്രം പണിയാം. ഇപ്പൊ എന്താ സുപ്രീം കോടതി വിധിയോടൊക്കെ അഭിമാനം? ഇത് തന്നെയല്ലേ 2019 ഇതുപോലെ ഒരു സുപ്രീം കോടതി വിധിയല്ലേ ശബരിമല വിഷയത്തിൽ ഉണ്ടായത്? അന്ന് എന്താ മുസ്ലിം ലീഗ് എടുത്ത നിലപാട്? മലപ്പുറത്തുൾപ്പെടെ RSSകാരുടെ വർഗീയ ജാഥക്ക്, സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ജാഥക്ക് നാരങ്ങ വെള്ളം കൊടുക്കാനും സർബത്ത് കൊടുക്കാനും ഇറങ്ങിയവരായിരുന്നില്ലേ? അന്നത്തെ സുപ്രീം കോടതി വിധി മാനിക്കണ്ടേ? സുപ്രീം കോടതിയല്ലേ ശബരിമല വിഷയത്തിലെ ശബരിമലയിലെ സ്ത്രീ പ്രശ്നത്തിൽ വിധി പറഞ്ഞത്? അത് നടപ്പിലാക്കാനുള്ള ബാധ്യതയല്ലേ കേരളത്തിലെ ഗവൺമെന്റിനുണ്ടായിരുന്നത്?